ഇവളാണെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുകയാണ്. കാരണം ഇവളുടെ ഡ്രസ്സ് അവിടെ വെച്ച് മിസ്സാവുന്നുണ്ട്. ആരോ എടുത്ത് മാറ്റുന്നതാണ് മനഃപൂർവ്വം. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വെളിയിൽ വരാൻ കഴിയാത്ത ഒരവസ്ഥ വരികയാണ്. കാരണം അവൾ സ്വിമ്മിംഗ് സ്യൂട്ട് ഇട്ടാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും അവളുടെ ബോയ് ഫ്രണ്ട് അവിടെ വരികയും അവൻ്റെ കയ്യിലുള്ള കോട്ട് അവൾക്ക് ഊരി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവളെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് അവന് വല്ലാത്ത രീതിയിൽ അവൻ ടയേർഡാവുകയും അവന് വയ്യാതാവുകയും ചെയ്യുന്നുണ്ട്. കാരണം അവന് ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ്. അവൻ്റെ ഹാർട്ടിൽ വലിയൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ അവന് ഒരുപാട് നേരമൊന്നും ഇങ്ങനെ ബോഡി സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അവൻ ജനിച്ച സമയത്തെ ഈ ഒരു ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ബോഡി ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ സ്വിമ്മിംഗ് പൂളിൽ തണുപ്പത്ത് ഒരുപാട് നേരം അവൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ഹാർട്ട് വല്ലാത്ത രീതിയിൽ ടയേർഡാവുകയാണ്. അവന് പെട്ടെന്ന് ബ്രീത്തിങ് ട്രബിളൊക്കെ വരുന്നുണ്ട്. ഇത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ ചോദിക്കുമ്പോൾ അവന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് അവൻ പറയാണ്. അങ്ങനെ അവളെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അവൻ. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അവൻ പുറത്തിറങ്ങിയ സമയത്ത് അവന് പെട്ടെന്ന് നെഞ്ചിലൊരു വേദന വരികയും അവൻ ഫ്ലോറിൽ തന്നെ മയങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. അവനൊട്ടും ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. അങ്ങനെ അവിടെ ഉള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ആംബുലൻസിനെ വിളിച്ച് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഇവളുടെ അച്ഛനാണ് അവനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. അതുകൊണ്ട് തന്നെ ഇവൾ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരുപാട് കരഞ്ഞ് പറയാണ് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്നൊക്കെ. താങ്ക് യു.